നമസ്കാരം. NAOSന്റെ ഫിസിക്സ് ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫിസിക്സിന്റെ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് മോഷൻ എന്ന ടോപ്പിക്കാണ്. ലോ ഓഫ് മോഷൻ. ലോ ഓഫ് മോഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചലനം. അതായത് മലയാളത്തിൽ ഇതിനെ ചലന നിയമം എന്ന് പറയും. ചലന നിയമം ആവിഷ്കരിച്ച ആരാണെന്ന് നമുക്കൊക്കെ അറിയാം. ആരാ? അതെ, ന്യൂട്ടൺ തന്നെയാണ്. ന്യൂട്ടന്റെ 3 ലോ ആണ് നമുക്ക് മെയിൻ ആയിട്ട് ലോ ഓഫ് മോഷൻ എന്ന പോർഷൻ നമുക്ക് പഠിക്കേണ്ടത്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, ന്യൂട്ടൺസ് തേർഡ് ലോ. ഓക്കെ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ and third law. Okay. മോഷൻ. മോഷൻ എന്ന് പറഞ്ഞാൽ ചലനം. ഓക്കെ, അപ്പം ചലന നിയമത്തിൽ നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ അറിയേണ്ട ഒരു വാക്കാണ് അല്ലെങ്കിൽ ഒരു വേർഡാണ് നമുക്ക് ഫോഴ്സ് അഥവാ ബലം എന്ന് പറയുന്ന വാക്ക്. ഫോഴ്സ്. A motion is impossible without force. ഫോഴ്സ് ഇല്ലാതെ ലോകത്ത് ഒരു മോഷനും നടക്കാൻ പറ്റില്ല. അതായത് നടക്കുന്നിട്ടുമില്ല, നടക്കില്ല. അതായത് എന്താണ് ഫോഴ്സ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് ലോ പറയുന്നത്. ഡെഫിനിഷൻ ആണ് ശരിക്കും ഫോഴ്സിന്റെ ഡെഫിനിഷൻ ആണ് നമുക്ക് ഫസ്റ്റ് ലോയിൽ നിന്ന് കിട്ടുന്നത്. ഫ്രം ഫസ്റ്റ് ലോ we get definition about force. What is first law? ഫസ്റ്റ് ലോ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്: every body continues its state of rest or of uniform motion unless it is compelled by an external unbalanced force. Every body continues its state of rest or uniform motion unless it is compelled by an external unbalanced force. അതായത് ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, ഒരു മോഷനൊന്നുമില്ല, നിശ്ചലമായിട്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഒരു യൂണിഫോം മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റ്, ഒരു തടസ്സങ്ങളൊന്നുമില്ല, എന്താ സ്ട്രെയിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു തടസ്സവും ഇല്ലാതെ യൂണിഫോം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റ്. ഈ രണ്ട് ഒബ്ജക്ട്സിലും ഫോഴ്സ്, അതായത് വെറും ഫോഴ്സ് അല്ല, ഒരു പുറത്തുനിന്നുള്ള ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്താൽ മാത്രമേ ഈ രണ്ട് ഒബ്ജക്ട്സിനും ആ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് നമുക്കിവിടെ ഒരു വീൽ എടുക്കാം. ഒരു വീല് ഈ ഫ്ലോറിൽ ഇങ്ങനെ നിശ്ചലമായിട്ടിരിക്കുകയാണ്. ഇതൊരു ഒബ്ജക്ട് അറ്റ് റെസ്റ്റിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. വേറൊരു ഒബ്ജക്ട് ഉണ്ട്, ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും എന്താ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, യൂണിഫോം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്ട്, തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ യൂണിഫോം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്ട്. ഈ രണ്ട് ഒബ്ജക്റ്റും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന റെസ്റ്റിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിനെ നമുക്ക് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഇരിക്കണം പറഞ്ഞ് നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ ഇത് ഇങ്ങോട്ട് ഉരുട്ട് പോകുള്ളൂ, അല്ലെ? അതുപോലെ ഇങ്ങനെ യൂണിഫോം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് പിടിച്ചു നിർത്തണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ ഇതിവിടെ നിശ്ചലമാവുകയുള്ളൂ. അതായത് യൂണിഫോം മോഷനിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനോ റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനോ അതിന്റെ അവസ്ഥയിൽ എന്തെങ്കിലും അവസ്ഥ മീൻസ് സ്റ്റേറ്റ്, ഇപ്പോൾ അത് അനുഭവിച്ചിരിക്കുന്ന ആ സ്റ്റേറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ലോയിൽ നിന്ന് നമുക്ക് ഫോഴ്സിന്റെ ഒരു ഡെഫിനിഷൻ ആണ് കിട്ടുന്നത്. എന്ത്? ഒരു നിശ്ചല അവസ്ഥയിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെയോ ഒരു യൂണിഫോം മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെയോ നമുക്ക് എന്താ അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ പ്രയോഗിക്കുന്നതാണ് ഫോഴ്സ്. ബലത്തിന്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു വാക്കാണ് ഇനേർഷ്യ എന്നുള്ള ഒരു വാക്ക്. ഇനേർഷ്യ അതായത് മലയാളത്തിൽ ജഡത്വം എന്ന് പറയും. അതായത് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ, ഒരു നിശ്ചിത അവസ്ഥയിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനും ഒരു യൂണിഫോം മോഷനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനും അതിന്റെ സഞ്ചാരപാതയിൽ അല്ലെങ്കിൽ അതിന്റെ അവസ്ഥയിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു പുറത്തുനിന്നുള്ള ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ബലം അപ്ലൈ ചെയ്യേണ്ടി വരും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്? കാരണം ഈ ഇനേർഷ്യ ആ ഒബ്ജക്റ്റ് എന്താ ഉള്ളത് കൊണ്ടാണ്. അതായത് ഇനേർഷ്യ എന്ന് പറയുന്നത് ഒരു എല്ലാ ഒബ്ജക്റ്റിലും ഉള്ളതാണ്. ആ ഒരു അവസ്ഥയാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്.
അതായത് ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് എപ്പോഴും റെസ്റ്റിലിരിക്കാൻ തന്നെയായിരിക്കും. നമ്മളിപ്പം കുറച്ച് ദിവസം ക്ലാസ് ഒന്നും ഇല്ല, അപ്പൊ 2 ദിവസം അവധിയായി വീട്ടിലായ പിന്നെ 3-ാം ദിവസം നമ്മൾ ചിലപ്പോൾ സ്കൂളിലോ കോളേജിലൊക്കെ പോകാൻ ഒരു മടിയൊക്കെ കാണും. അതെന്തുകൊണ്ടാ? ഇനേർഷ്യ നമുക്കുള്ളതുകൊണ്ടാ. കാരണം എന്താ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് അത് മാറ്റാൻ നമുക്കൊരു മടിയുണ്ട്. ആ ഒരു മടിയാണ്, ആ ഒരു അവസ്ഥയാണ്, ആ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു അവസ്ഥ മടി തന്നെയാണ് എന്ത് ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ. അപ്പം എല്ലാ ബോഡിക്കും ഈ ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. ആ ഇനേർഷ്യ ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ വെറുതെ ഇനേർഷ്യ ഇല്ലായിരുന്നെങ്കിൽ ഈ ഒബ്ജക്റ്റിന്റെ അടുത്ത് ഒബ്ജക്റ്റ് ഒന്ന് മൂവ് എന്ന് പറയുമ്പോഴത്തേക്ക് മൂവ് ചെയ്യേണ്ടതാണ്. പക്ഷെ അതിനൊരു ഇനേർഷ്യ ഉണ്ട്, അതുകൊണ്ടാണ് നമുക്കൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. അതാണ് പറയുന്നത് ഇനേർഷ്യ എന്ന് പറയുന്നത്. റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് ആ റെസ്റ്റിൽ തന്നെ തുടരാനുള്ള ഒരു പ്രേരണ ഉണ്ട്. അതുപോലെ യൂണിഫോം മോഷനിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് ആ യൂണിഫോം മോഷനിൽ തന്നെ തുടരാനുള്ള ഒരു പ്രേരണയും ഉണ്ട്. അതാണ് ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം. ഇനേർഷ്യ നമുക്ക് ഫോഴ്സിന്റെ കൂടെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഓക്കെ, ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ ഒരു ക്രിക്കറ്റ് ബോൾ എടുത്ത് മുകളിലോട്ട് നല്ല ഉയരത്തി എറിയാം. അപ്പൊ എറിഞ്ഞു, നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റി. ഇനി നമ്മൾ കുറച്ചും കൂടെ ഉയരം താഴ്ത്തി നമ്മൾ എറിയാം. അപ്പോൾ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ അതേ സമയം നമ്മൾ ഒരു വലിയൊരു പാറക്കല്ലാണ് എടുത്ത് മുകളിലോട്ട് എറിയുന്നെങ്കിലും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം നമുക്കവിടെ മൊമെന്റം എന്ന് പറയുന്ന വേറൊരു വേർഡും കൂടി നമുക്ക് പഠിക്കുന്നുണ്ട്, മൊമെന്റം. ഈ മൊമെന്റം പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, നമ്മൾ ബോൾ ക്യാച്ച് ചെയ്യാൻ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണ്ടേ? അതുപോലെ നമ്മൾ ആ ഫോഴ്സും കൊണ്ട് നമ്മൾ ഒരു കല്ല് ക്യാച്ച് ചെയ്യാൻ പോയാൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഫോഴ്സ് മാസിന് ഡിപ്പെൻഡ് ആണ് എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ മൊമെന്റം ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. മൊമെന്റം എന്നുള്ള ലെറ്റർ നമ്മൾ പി വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. ഈ പി എന്ന് പറയുന്നത് എന്താ? ഒരു ഒബ്ജക്റ്റിന്റെ മൊമെന്റം. ഓരോ ഒബ്ജക്റ്റിനും ഓരോ മൊമെന്റം ഉണ്ട്. ആ അവസ്ഥയ്ക്ക് പറ്റിയ ഒരു മൊമെന്റം ആ ഒബ്ജക്റ്റിനുണ്ട്. എന്താ മൊമെന്റം? എങ്ങനെ കണ്ടുപിടിക്കുക? മൊമെന്റം എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിന്റെ മാസ് ഗുണം ആ ഒബ്ജക്റ്റിന് ഇപ്പോഴുള്ള വെലോസിറ്റി. അതാണ് P = mv എന്നുള്ളതാണ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ. മൊമെന്റം നമുക്ക് ഇനി അങ്ങോട്ട് എല്ലായിടത്തും മൊമെന്റം എന്ന് പറയുന്ന വേർഡും നമുക്ക് മൊമെന്റം എന്നുള്ള ഈ സൂത്രവാക്യം നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഓർത്ത് വയ്ക്കുക. മൊമെന്റം P = മാസ് ഇൻറ്റു വെലോസിറ്റി. ഈ മൊമെന്റം ലീനിയർ മൊമെന്റം ഉള്ളത് കൊണ്ടാണ് എന്ത് പറയാൻ പറ്റുന്നത്? ഈ മൊമെന്റം ഈ മാസ് ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് എന്താ, ഇത് കല്ലെടുത്തിട്ടാലും അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബോൾ എടുത്തിട്ടാലും എല്ലാം ഒരുപോലെ നമുക്ക് അനുഭവപ്പെടണം. പക്ഷെ ഇവിടെ മാസ് എന്ന് പറയുന്ന ഒരു സാധനം കണ്ടോ? അപ്പോഴെന്താ, മാസ് കൂടുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഫോഴ്സും അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഒരു പാറക്കല്ല് എടുത്ത് പൊക്കിയിടുന്നത് പോലെ അത്ര പണിയില്ല ഒരു ബോൾ എടുത്തിടുന്നത്. ഒരു ബോൾ എടുത്ത് പൊക്കിയിടുന്നതിന്റെ അതിനേക്കാളും നമുക്ക് അത്ര ഒരു ഈസി ആയിട്ട് നമുക്കൊരു കല്ലൊന്നും എടുത്ത് പൊക്കിടാൻ പറ്റില്ല. കാരണം എന്താ, കല്ലിന് ബോളിനേക്കാളും മാസ് കൂടുതലാണെങ്കിൽ, ചെറിയ കല്ലില്ല വലിയ കല്ലിന്റെ കാര്യം, അപ്പം വലിയ മാസമുള്ള സാധനം നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല, ഇല്ലേ? അതാണ് പറയുന്നത് ഫോഴ്സ് എന്ന് പറയുന്നത് മാസിനും കൂടെ ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ മാസ് ഇൻറ്റു വെലോസിറ്റി, അതാണ് മൊമെന്റം. ഓക്കെ, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെന്റം എന്ന് പറയുന്ന ഇക്വേഷൻ. ഫസ്റ്റ് ലോ ഓഫ് മോഷനിൽ നിന്ന് നമുക്ക് അതിന്റെ ഡെഫിനിഷൻ കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ലോ ഓഫ് മോഷൻ നോക്കാം. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഫോഴ്സിന്റെ ഒരു സൂത്രവാക്യമാണ്. എഫിന്റെ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ സ്റ്റേറ്റ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ മൊമെന്റം ഇല്ലേ, മൊമെന്റത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ്. അതായത് ഫോഴ്സ് കൂടുതലാണെങ്കിൽ മൊമെന്റം കൂടുതൽ, ഫോഴ്സ് കുറവാണെങ്കിൽ മൊമെന്റം കുറവ്, ഫോഴ്സ് കുറവാണെങ്കിൽ മൊമെന്റം കുറവ്, ഫോഴ്സ് കൂടുതലാണെങ്കിൽ മൊമെന്റം കൂടുതൽ. ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊമെന്റം, അല്ല റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു യൂണിറ്റ് ടൈമിൽ എത്രമാത്രം മൊമെന്റം ചേഞ്ച് ചെയ്യുന്നു അതെങ്ങനെ കാണാൻ പറ്റും? ഡോ പി ബൈ dt, dp ബൈ dt എന്നാണ് അല്ലേ? dp ബൈ dt, ഡോ ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ അറിയാലോ, വിത്ത് റെസ്പെക്ട് ടു ടൈം പി എന്ന മൊമെന്റം എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു അതാണ് റേറ്റ് എന്ന് പറയുന്നത്. റേറ്റ് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? മൊമെന്റത്തിന്റെ റേറ്റ് ആണ് ഇത്. ഡോ dp ബൈ dt എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, വിത്ത് റെസ്പെക്ട് ടു ടൈം മൊമെന്റം ചേഞ്ച് ചെയ്യുന്നത്. അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും കൊടുക്കുന്ന ഫോഴ്സ്. ദ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു
എന്ത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഇതാണ് സെക്കൻഡ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഫോഴ്സ് എഴുതി. ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ നേർ അനുപാതമാണ് ഡോ ഡി പി ബൈ ഡി ടി. അതായത് പി ഡി പി ബൈ ഡി ടിക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പി എന്ന് പറഞ്ഞാൽ മൊമെന്റം ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് പ്രൊപ്പോർഷണലാണ് കൊടുക്കുന്ന ഫോഴ്സ്. ഓക്കെ ഓക്കെ. നമുക്ക് ഇതിൽ നിന്ന് വേണം നമുക്ക് എന്ത് ചെയ്യണം? ഇക്വേഷൻ കണ്ടുപിടിക്കാം. നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റത്തിന്റെ ഒരു ഇക്വേഷൻ. മൊമെന്റം പി നമ്മൾ എന്താ എങ്ങനെയാ കണ്ടുപിടിച്ച? പി ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി എന്നല്ലേ? മാസ് ഇൻറ്റു വെലോസിറ്റി എന്നല്ലേ? ആണ്. ഓക്കെ. നമുക്ക് ഇവിടെ എഫ് പ്രൊപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി. ഇതിൽ നിന്ന് നമുക്ക് എഫിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണ്ടേ? വേണം. അപ്പൊ ആദ്യം നമുക്ക് ഈ ഇക്വേഷൻ എടുത്ത് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കിയാലോ? അപ്പൊ ആദ്യം എഫ് പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മൾ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രൊപ്പോർഷണാലിറ്റി എന്ന സൈൻ മാറ്റി ഇവിടെ ഒരു ഈക്വൽ ടു സൈൻ വരുത്തണമെങ്കിൽ ഈ സൈഡിൽ നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ നമുക്ക് കെ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. പൊതുവായിട്ട് കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ കെ എന്നുള്ള ഒരു സാധനമാണ് പൊതുവായിട്ട് ആദ്യമേ തന്നെ നമുക്ക് എടുക്കുന്നത്. കെ എന്ന് പറഞ്ഞാൽ വേറെ ഏത് കോൺസ്റ്റന്റ് നമ്പർ കൊടുത്താലും കുഴപ്പമില്ല. നമ്മളിവിടെ കെ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് കൊടുക്കും. എന്തിന്? ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി. അപ്പോൾ എഫ് ഈക്വൽ ടു ഈ കെ ഇൻറ്റു ഡി പി ബൈ ഡി ടി എന്നല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് ഫോഴ്സ് എന്ന് കിട്ടി ആണല്ലോ. ഇനി നമുക്ക് ഈ ഡി പി ബൈ ഡി ടി കണ്ടുപിടിക്കണം. ഓക്കെ. ഈ ഡി പി ബൈ ഡി ടി കണ്ടുപിടിക്കാനായിട്ട് പി ഈക്വൽ ടു എം വി എന്നുള്ള ഒരു ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ അറിയാന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കും. ഡി പി ബൈ ഡി ടി കണ്ടുപിടിക്കും. അപ്പൊ എന്ത് ചെയ്യും? പി എന്നുള്ളത് ഡി പി ബൈ ഡി ടി അല്ലേ കണ്ടുപിടിക്കണ്ടേ? ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി ടി ഓ എം ഇൻറ്റു വി. ഓക്കെ. ഇതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതിനെ രണ്ടിനെയും ടൈം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കിട്ടുള്ളൂ. ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടാൽ ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് കാണണ്ടേ? പി എം വിക്ക് ഈക്വൽ ആണെങ്കിൽ പിയുടെ റേറ്റ് എന്ന് പറയുന്നത് എം വിയുടെയും റേറ്റിന് ഈക്വൽ ആണ് അല്ലേ? അപ്പം പിയുടെ റേറ്റ് കണ്ടുപിടിക്കാൻ എങ്ങനെയാ? ഡി പി ബൈ ഡി ടി. അപ്പം അതുപോലെ ഇവിടത്തെ റേറ്റ് കണ്ടുപിടിക്കണ്ടേ? അപ്പൊ എങ്ങനെയാ? എം ബി ബൈ ഡി ടി. അതിനെയാണ് ഡി ബൈ ഡി ടി ഓ എം ബി എന്ന് കിട്ടും. ഓക്കെ ഓക്കെ. ഈ ഡി പി ബൈ ഡി ടി ഇനി നമുക്ക് ഇതിനെ വീണ്ടും സോൾവ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഡി ബൈ ഡി ടി ഓഫ് എം ഇൻറ്റു ബി എന്നാണ്. എം ബൈ ഡി ടി ഓഫ് ടൈം അനുസരിച്ച് മാസ് മാറാറുണ്ടോ? ഇല്ല. മാസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു ഒബ്ജക്റ്റിന്റെ മാസ് എപ്പോഴും കോൺസ്റ്റന്റ് അല്ലേ? വെലോസിറ്റി പോകുന്ന, അതായത് അത് മൂവ് ചെയ്തെന്ന് കരുതി അതിന്റെ മാസ് പിണ്ഡം കൂടാറുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് എം ഇൻറ്റു വി എം എന്ന് പറയുന്നത് നമുക്ക് ഡി ബൈ ഡി ടി വെച്ചിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ എടുക്കും. കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കും. എം ആയിട്ട് എടുക്കും. പിന്നെ ചേഞ്ച് ചെയ്യുന്നതാണ് ഡി വി ബൈ ഡി ടി. പിന്നെ ഇവിടെ ഉള്ള ടൈം എന്ന് പറയുന്നത് വി ആണ്. എം ഇൻറ്റു ഡി വി ബൈ ഡി ടി. എം എന്ന് പറഞ്ഞാൽ മാസ് ആണ്, വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്, പി എന്ന് പറഞ്ഞാൽ മൊമെന്റം ആണ്. ഓക്കെ. മാസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് മാസ് ആദ്യം എഴുതി. പിന്നെ ഡി വി ബൈ ഡി ടി. ഡി വി ബൈ ഡി ടി ചേഞ്ച് ചെയ്യും. ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്സിൽ ബേസ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. എന്താ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? ആക്സിലറേഷൻ. അപ്പൊ എം ഇൻറ്റു എ ആണ് ഡി പി ബൈ ഡി ടി എന്ന് പറയുന്ന ടേം. ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു എ ആണ്. ആ എം ഇൻറ്റു എ ഡി പി ബൈ ഡി ടി എടുത്ത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഈക്വൽ ടു കെ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ഇൻറ്റു എം എ. ഈ കോൺസ്റ്റന്റ് വാല്യൂ 1 ആയാൽ എഫിന്റെ വാല്യൂ എത്രയെന്നാകും? എം ഇൻറ്റു എ. ഇതാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. എഫ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഇക്വേഷൻ. ഇതാണ് ഇനി അങ്ങോട്ട് എല്ലാ ഇക്വേഷനായിട്ട് നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷനായിട്ട് എടുക്കുന്ന എഫ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. എങ്ങനെ വന്നു എന്നറിയാലോ? ആദ്യം ഫോഴ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ലോ അനുസരിച്ച് ഏത് നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണെന്ന് പറഞ്ഞു. മൊമെന്റം എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു വി ആണ്. അതിൽ എം ഇത് എന്റെ റേറ്റ് എടുക്കുമ്പോഴത്തേക്ക് എമ്മിന്റെ റേറ്റ് എടുക്കാൻ പറ്റില്ല, എം കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. അപ്പൊ എം ഇൻറ്റു വിയുടെ റേറ്റ് എടുക്കാൻ പറ്റുമോ? ഡി വി ബൈ ഡി ടി.
dB/dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, അതാണ് ആക്സിലറേഷൻ. അപ്പൊ m ഇൻറ്റു ആക്സിലറേഷൻ ആണ് dB/dt എന്ന് പറയുന്നത്. അത് നേരെ എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കും. നമ്മൾ ആദ്യം കണ്ടുപിടിച്ച F = k ഇൻറ്റു dB/dt എടുത്തിട്ട് കൊടുക്കുമ്പോൾ k ഇൻറ്റു ma എന്ന് കിട്ടും. അതിൽ k എന്നുള്ള കോൺസ്റ്റന്റ് നമുക്ക് ഏത് വാല്യൂ വേണോ വരാം. നമ്മളിവിടെ ഒന്നായിട്ടാണ് k എടുക്കുന്നതെങ്കിൽ F = m എന്ന് വരും. ലോ എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്ന ലോയാണ് എന്താ, എല്ലാ റിയാക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, എല്ലാ ആക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട് എന്നുള്ള ലോ. അതാണ് ഈ തേർഡ് ലോ. എവരി ഫോഴ്സ് അല്ലെങ്കിൽ എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അല്ലെ, എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതുപോലെ നമുക്ക് ഫോഴ്സിന്റെ കാര്യം പറയുമ്പോൾ എന്ത് പറയാൻ പറ്റും, എന്ത് ഫോഴ്സ് എവിടെ നമ്മൾ അപ്ലൈ ചെയ്താലും അതുപോലെ ഒരു തിരിച്ചൊരു ഫോഴ്സും അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ ഈ കൊടുക്കുന്ന ഫോഴ്സിലുള്ള ഏത് ബോഡിയിലാണോ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് ആ ബോഡിയിൽ തന്നെ തിരിച്ച് ഫോഴ്സ് കിട്ടണമെന്നില്ല. എക്സാമ്പിൾ, സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോഴത്തേക്കും ആദ്യമുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫ്ലോറിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ്. നമ്മൾ ഫ്ലോറിലാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടുത്തെ ബോഡി ഏതാ, ഫ്ലോറാണ്. തിരിച്ചെന്താ, നമ്മൾ ശരിക്കും തിരിച്ചൊരു ഫോഴ്സ് വന്നില്ല എങ്കിൽ നമുക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റില്ല അല്ലെ. നമ്മളിങ്ങനെ ചവിട്ടി അവിടെ തന്നെ നിന്ന് പോകും. തിരിച്ച് ഫ്ലോർ നമ്മളെ കാലിന്റെ ഒരു ഫോഴ്സ് തരുന്നത് കൊണ്ടാണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കാല് മൂവ് ചെയ്യും. അല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് ഒരു സൈഡ് മാത്രമേ ഫോഴ്സ് ഉള്ളൂ, നടക്കാൻ പറ്റുമോ? നമ്മൾ എവിടെയെങ്കിലും ചവിട്ടി അവിടെ നിന്ന് പോകും. തിരിച്ച് ഒരു ഫോഴ്സ് തന്നാലേ നമുക്ക് തിരിച്ച് പോകാൻ പറ്റും ഫ്ലോറിൽ നിന്ന്. അപ്പൊ ആദ്യം നമ്മൾ ഫോഴ്സ് ഫ്ലോറിലേക്ക് കൊടുത്തു, രണ്ടാമത് ഫോഴ്സ് കാലിലേക്ക് തന്നു. രണ്ടും ഈക്വൽ ആയതുകൊണ്ടാണ് നമുക്ക് നടക്കാൻ പറ്റിയത്. അതാണ് സിമ്പിൾ ആയിട്ട് തേർഡ് ലോ പറയുന്നത്. എവരി ഫോഴ്സ് ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എന്ത് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്താലും അതിന് ഈക്വൽ ആയിട്ടുള്ളതും വിപരീതപരവുമായിട്ടുള്ള ഒരു ഫോഴ്സ് അവിടെ നമുക്ക് അനുഭവപ്പെടും അല്ലെങ്കിൽ എക്സ്പെൽ ചെയ്യും. അത് രണ്ടും ഒരേ ബോഡിയിൽ ആവണമെന്നില്ല, ഒരേ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരേ വാല്യൂ ആയിരിക്കും ആ ഫോഴ്സ്. നമ്മൾ എന്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നോ തുല്യവും വിപരീതമായിട്ടുള്ള ഒരു ഫോഴ്സ് വരും. ഇതാണ് 3 ലോയുടെ ശരിക്കുള്ള ഒരു ഡെഫിനിഷനും അതിന്റെ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് തേർഡ് ലോ 3 ലോയുടെ എന്താ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ പറഞ്ഞുള്ളൂ. ശരിക്കും അതിന്റെ ഔട്ട്ലൈനും അതിന്റെ ഒരു ഡെഫിനിഷനും കാര്യങ്ങളും മാത്രമാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ രേഖപ്പെടുത്തണം താഴെ കമന്റ് ബോക്സിൽ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമുക്ക് ഇനിയും വീഡിയോസ് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വീണ്ടും എന്തെങ്കിലും ഒരു പ്രേരണ നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, കൂട്ടുകാരിൽ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു.